മീൻസ് കണ്ണൂരിൽ നിന്ന് വന്ന ഒരുപാട് ഡോക്ടേഴ്സും എമർജൻസി മെഡിക്കൽ സർവീസിലെ സ്റ്റാഫുകളുണ്ട്. അവരാണ് നമുക്ക് മുന്നിൽ ഈ ക്ലാസ് നടത്താൻ പോകുന്നത്. ഞാൻ ഒരു മീഡിയമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നിർഭാഗ്യവശാൽ നമുക്കൊരു ആക്സിഡന്റ് കാണേണ്ടി വരികയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരികയോ ഉള്ള അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ആ ആക്സിഡന്റ് പറ്റിയ വിക്ടിമിനെ കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനെ എങ്ങനെ നമ്മൾ നേരിടാം? അപകടം പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു തരത്തിലുള്ള മുറിവോ ചതവോ ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിലും കൂടുതൽ വരുന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്. അവർ അശാസ്ത്രീയപരമായിട്ട് നമ്മൾ നിരുത്തൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മറ്റും മാറ്റുന്ന സമയത്ത് നമ്മൾ വളരെ അശാസ്ത്രീയമായി ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്കുണ്ടായ ആ ആക്സിഡന്റ് മൂലമുണ്ടായ ആഘാതത്തിൽ കൂടുതലാക്കാൻ ചിലപ്പോൾ സംഭവിക്കും. അപ്പൊ എങ്ങനെയാണ് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. വളരെ സേഫ് ആയിട്ട് അതും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാവുന്ന വലിയൊരു കാര്യമാണ്. പക്ഷെ നിരത്തിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം കണക്ക് പോലീസ് ഫോഴ്സ് നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് ഇടയിലുള്ള ആൾക്കാർക്ക് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവും. ഇതില് അപകടം വരുന്നത് തടയുക എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഉള്ള ആ വ്യക്തികളെ രക്ഷിക്കാൻ താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ടാവും നമ്മുടെ മുന്നിൽ? എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും ആ വ്യക്തിയെ രക്ഷിക്കണം അല്ലെ? നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് എല്ലാം നല്ല ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പോ ഇങ്ങനെ നമ്മള് രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് ആദ്യം തുടങ്ങണം. ഓക്കെ, രക്ഷപ്പെടുത്തണം, അത് നിർബന്ധമാണ്. അവരെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സീൻ സേഫ്റ്റി. സീൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ അപകടം സംഭവിച്ച സ്ഥലത്ത് നമ്മൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ ജീവന് കൊടുക്കുന്ന അത്രയും സേഫ്റ്റി തന്നെ നമുക്ക് നമ്മുടെ ജീവനും കൂടെ കൊടുക്കണം. ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പടിഞ്ഞ് അല്ലെങ്കിൽ വ്യഗ്രതയോടെ പോയിട്ട് അങ്ങനെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും ഒരു അപകടം പതിഞ്ഞിരുന്നിട്ടുണ്ടാവാം. അല്ലെ, ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നു, റോഡിന്റെ നടുവിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് വ്യഗ്രതയിൽ പോയി ആ രക്ഷിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അവിടെ വേറെയും ട്രാഫിക് ഉണ്ട്. ചിലപ്പോൾ പിന്നിന്ന് വരുന്ന ഒരു വണ്ടി നമ്മളെ ഒന്ന് ഇടിക്കാം, അത് വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ ഓരോ സന്ദർഭത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വലിയൊരു പ്രിക്കോഷനാണ് സീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ഒരു അപകടത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തിൽ പറ്റുന്ന വ്യക്തികളെ നമ്മൾ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് സീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന എന്തിനാണ്? അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകും. ഒരു പക്ഷേ അവിടെ ഒരു സ്പാർക്ക് കാരണം ഒരു അഗ്നിബാധ ഏൽക്കുകയാണ്. അവിടെ നിങ്ങൾ രക്ഷിക്കാൻ പോകുമ്പോൾ ആ അഗ്നിബാധ നിങ്ങൾക്ക് കൂടെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് മാത്രമേ നമ്മൾ ഒരു അപകട സ്ഥലത്ത് പോയിട്ട് മറ്റൊരു വ്യക്തിയെ നമ്മൾ രക്ഷപ്പെടുത്താൻ പാടുള്ളൂ. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മളത് മുൻകൂട്ടി നമ്മൾ മനസ്സിൽ കരുതാം, ഇങ്ങനെ ഒരു അപകടം കൂടെ പറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം. ചിലപ്പോൾ ഒരു റോഡ് ആക്സിഡന്റിൽ നമ്മൾ പോയിട്ട് ഈ വണ്ടി പോയിട്ട് ട്രാഫിക് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിലാണ് കൊണ്ടിരിക്കുന്നതെങ്കിൽ, ട്രാൻസ്ഫോമർ പോസ്റ്റിലാണ് കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നുണ്ടാവാം. ആ ഇലക്ട്രിക് ഷോക്ക് നിങ്ങൾക്ക് കൂടെ ഏൽക്കാൻ സാധ്യതയുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകരുതൽ എടുത്തിട്ട് വേണം നമ്മൾ ഒരു ആക്സിഡന്റ് വിക്ടിം അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലത്ത് ആ വിക്ടിമിനെ നമ്മൾ രക്ഷിക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകരുതൽ എടുത്തിട്ട് വേണം നമ്മൾ അവരെ രക്ഷിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു ഹെൽമെറ്റ് ധരിച്ച ഒരു ബൈക്ക് യാത്രക്കാരനാണ് ആക്സിഡന്റ് സംഭവിച്ചത്. ഈ ഹെൽമെറ്റ് റിമൂവ് ചെയ്യുന്ന ആ ഒരു രീതി ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. നമുക്കറിയാം, നമ്മുടെ തലയുടെ കാര്യം സാറുമാർ കുറെ പ്രയോറിറ്റി ആയിട്ട് പറഞ്ഞു. അതിലും വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ പുറകിൽ കിടക്കുന്ന നമ്മുടെ നട്ടൽ. ഈ നട്ടലിലൂടെയാണ് നമ്മുടെ സുഷ്മനാഡി എന്ന് പറയുന്ന നാഡി പോകുന്നത്, ഞരമ്പ് പോകുന്നത്. ഈ ഞരമ്പാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും കൃത്യമായിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്നത് തലച്ചോറിന്. ഇതിന്റെ എവിടെയെങ്കിലും ഒരു ക്ഷതമേറ്റാൽ ചിലപ്പോൾ നമ്മുടെ ആ ഭാഗത്തിന് താഴെയുള്ള ഭാഗം ചലനമറ്റ രീതിയിലാവും. അവിടെ വലിയൊരു ഉദാഹരണം പറഞ്ഞു, നമ്മൾ ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ. അദ്ദേഹത്തിന് സംഭവിച്ചത് സെയിം കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴുത്തിന് താഴെ ചലനം പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഇപ്പോൾ വീഴ്ച നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആക്സിഡന്റ് നടന്ന ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സംഭവിച്ച നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഇദ്ദേഹമാണ് ആ ആക്സിഡന്റ് നടന്ന വിക്ടിം. ഇദ്ദേഹം ബൈക്ക് അപകടത്തിൽപ്പെട്ട് നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ കവലയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ ഏറ്റവും പെട്ടെന്ന് ഓടിയെത്തുന്ന ആൾക്കാരായിരിക്കും. ഓട്ടോ ഡ്രൈവേഴ്സ് അല്ലേ? ഉറപ്പല്ലേ? അവരാണ് എല്ലാ സ്ഥലത്തും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് 24 മണിക്കൂറും 24 എന്ന് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് മെയിൻ പീക്ക് ടൈമിൽ ഏറ്റവും കൂടുതൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരാണ്. ഓട്ടോ ഡ്രൈവേഴ്സ്, പിന്നെ അവിടെ കടയിലുണ്ടാവുന്ന ആൾക്കാർ അല്ലെ, ഇവർക്കാണ് എത്രയും പെട്ടെന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്താൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഓടിയെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം റോഡിന്റെ നടുവിലാണ് അല്ലെ. ഇദ്ദേഹത്തെ സഹായിക്കാൻ എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവിടെ അടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അവിടെ സീൻ സേഫ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. സീൻ സേഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സീൻ സേഫ് എന്നുള്ളത് വേറൊരു അപകടം നമ്മളിലേക്ക് വരില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഓർമ്മിക്കണം. റോഡിന്റെ നടുവിലാണ്, വേറെ ട്രാഫിക് ഉണ്ടാവും. ആ ട്രാഫിക്കിനെ നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്തിട്ട് വേണം നമുക്ക് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ പോവാൻ. അത് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകെ നിന്ന് വരുന്ന വണ്ടി നമ്മളെ ചിലപ്പോൾ ഇരിക്കാനുള്ള സാധ്യത കൂടുതൽ. അത് ഇതിനെക്കാട്ടി വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മളെ കടത്തിവിടും. അപ്പൊ എങ്ങനെയാണ് ഈ വ്യക്തി ശാസ്ത്രീയപരമായിട്ട് ഇദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ രണ്ടാമത് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്, അതായത് നമ്മൾ ആക്സിഡന്റ് പറ്റുന്ന വ്യക്തിമിനെ നമുക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അതിന്റെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഇതിന്റെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ കഴുത്തിന്റെ നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ നമുക്കറിയില്ല, ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഓൾറെഡി ഇന്ന് ചെറിയ തരത്തിൽ ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് കൂടുതലാക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമാവണം. അദ്ദേഹത്തിന്റെ മുഖത്തോ അല്ലെങ്കിൽ വേറെ എവിടെയും കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ വേണം ആ ഹെൽമെറ്റിന്റെ ഗ്ലാസ് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഒരു ഹെൽപ്പ് വേണം. ഒരാൾ മാത്രം പോരാ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടാമത്തെ ഹെൽപ്പിനുള്ള ആള് അദ്ദേഹത്തിന്റെ ഒരു വശത്ത് സൈഡ് വശത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, കഴുത്ത് രണ്ട് കൈ കൊണ്ടും അദ്ദേഹത്തിന്റെ കഴുത്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കിടത്ത നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹം പൂർണ്ണ നേരായ രീതിയിലല്ല കിടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ക്ലിയർ ആയിട്ട് ഒരു പ്രതലത്തിലേക്ക് കമത്തി കിടത്തണം. ഓക്കെ, കാല് സ്ട്രെയിറ്റ് ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹത്തെ കിടത്തുക. അതിനുശേഷം തലയുടെ അറ്റത്തിരിക്കുന്ന ആള് രണ്ട് കൈകൾ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ നട്ടലിന്റെ ഉള്ളിലേക്ക്, അതായത് ഷോൾഡറിന്റെ മുകളിലേക്ക് രണ്ട് കൈ വെച്ച് സപ്പോർട്ട് ചെയ്യുക.
അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സ്ട്രാപ്പ് റിമൂവ് ചെയ്യണം. ബിക്കോസ് സ്ട്രാപ്പ് റിമൂവ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ബ്ലോക്ക് അതായത് സ്റ്റക്ക് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ സ്റ്റക്ക് ആകുന്ന സമയത്ത് നമ്മൾ സ്ട്രാപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ തലയിലെ അറ്റത്തിരിക്കുന്ന കൈകൾ നമ്മൾ ഷോൾഡറിന്റെ മുകളിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. സോ അതായത് കഴുത്ത് ഒരിക്കലും അനങ്ങാത്ത തരത്തിൽ വേണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്ട്രാപ്പ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, സ്ട്രാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം വ്യക്തിമിന്റെ സൈഡിലുള്ള ആ വ്യക്തി 2 കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ എല്ല് സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കുന്നു. സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കുന്നത് നമ്മുടെ ഈ 4 വിരലുകൾ കൊണ്ടാണ്. 4 വിരലുകൾ കൈയുടെ 2 കൈയുടെ 4 വിരലുകൾ ഉള്ളിലേക്ക് കഴുത്തിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ കഴുത്തിന്റെ എല്ല് നട്ടല് സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കണം. നമ്മുടെ തള്ളവിരൽ നമ്മുടെ തലയുടെ ഈ ഭാഗത്തായിരിക്കും. ഓക്കെ, അതിനുശേഷമാണ് തലയുടെ എൻഡിലുള്ള ആള് ഹെൽമെറ്റ് പതുക്കെ 6 ആക്ക് മോഷനിൽ റിമൂവ് ചെയ്തെടുക്കുന്നത്. നമുക്കത് നോക്കാം. 1 2 3 4. ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കഴുത്ത് ഒരു തരത്തിലും അനക്കം സംഭവിച്ചിട്ടില്ല. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു മുറിവോ ക്ഷതമോ ആ കഴുത്തിന്റെ നട്ടലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഹെൽമെറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കേടുപാടുകൾ കൂടുതൽ ഇഞ്ചുറീസ് ആ വ്യക്തിക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആംബുലൻസ് അവൈലബിൾ ആണെങ്കിൽ അവരുടെ കയ്യിൽ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന ടൈപ്പ് കോളേഴ്സ്, ആ കോളേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുടെ കഴുത്തിന്റെ നട്ടൽ സ്റ്റെബിലൈസ് ചെയ്ത് കൊടുക്കാം. ഇത് ആംബുലൻസ് ഉള്ള കേസിലാണ്. ആംബുലൻസ് ഇല്ലാത്ത കേസിൽ നമ്മുടെ കൈ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ എല്ല് അനക്കം തട്ടാത്ത രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കണം. സോ ഇതൊരു ഹാർഡ് ടൈപ്പ് കോളറാണ്. സോ ദാറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുത്തിന്റെ നട്ടല് അധികം അനക്കം സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ കോളർ ഇടുന്നത് കഴുത്തിന്റെ ഒരു വശത്ത് നിന്ന് ഉള്ളിലേക്ക് നമ്മൾ തള്ളി കയറ്റുന്നു. ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് അനങ്ങാത്ത രീതിയിൽ നമ്മൾ കഴുത്തിനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. ഇതിന് 2 പാർട്ടാണ് ഉള്ളത് ഈ കോളറിന്. ഒന്ന് പുറകുവശത്ത് വെക്കാൻ, കഴുത്തിന്റെ മുൻവശത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന് അധികം അനക്കം തട്ടാത്ത രീതിയിൽ നമുക്ക് ഒത്തുവെക്കാം. പക്ഷെ ഇതുകൊണ്ട് മാത്രമായോ? നമ്മുടെ കഴുത്തിന്റെ നട്ടലിന്റെ കാര്യം മാത്രമേ നമ്മളിപ്പോ നോക്കിയിട്ടുള്ളൂ. പിന്നോട്ട് താഴേക്കുള്ള നട്ടലിനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ്. അതായത് താഴത്തെ നട്ടലിനും അധികം അനക്കം തട്ടാത്ത രീതിയിൽ വേണം ഇദ്ദേഹത്തെ ആംബുലൻസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിലേക്കോ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തെ മറ്റുള്ള നട്ടലിന് അനക്കം തട്ടാത്ത രീതിയിൽ അത് കൂടുതൽ ഇഞ്ചുറി വരാതെ, ബിക്കോസ് അവിടെയും ചിലപ്പം പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് ഉണ്ടെന്നുള്ള രീതിയിൽ വേണം ഇദ്ദേഹത്തെ മുന്നോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നട്ടലിന് അധികം അനക്കം തട്ടാത്ത രീതിയിൽ നമ്മൾ സ്പൈൻ ബോർഡ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത്. ഇതിന്റെ ബോർഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആംബുലൻസിലേക്കായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും നമ്മൾ ഈ തരത്തിലുള്ള സ്പൈൻ ബോർഡ് ഇതെല്ലാ ആംബുലൻസിനകത്തും നമ്മളിപ്പം 108 എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ എല്ലാ ആംബുലൻസിനകത്തും ഈ സ്പൈൻ ബോർഡ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് അവൈലബിൾ ആണ്. ബിക്കോസ് ഇത് ട്രോമ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ അത്യന്താപേക്ഷിതമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു എക്യുപ്മെന്റ് ആണ് ഈ സ്പൈൻ ബോർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നട്ടലിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ സ്പൈൻ ബോർഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തെ ഈ സ്പൈൻ ബോർഡിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മള് തടിമില്ലില് നമ്മൾ മരം ഉരുട്ടുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവര്
വേണമെങ്കിൽ ഒരു സ്ഥലത്ത് പാറ വെച്ചിട്ട് കയറ്റിയ പോലെ എല്ലാവരും ഉരുട്ടിയിട്ടാണ് അല്ലെ, ബിക്കോസ് ആ മരത്തിന് അത്രയും വിലയുണ്ട്, അത് ഒരിക്കലും പൊട്ടാൻ പാടില്ല. അപ്പൊ അത്രയും അവര് സേഫ്റ്റി എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യാം, മരം ഉരുട്ടി കയറ്റുക. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വ്യക്തിയുടെ ബോഡിയെ നമ്മൾ നോക്കേണ്ടത്. ഒരു തരത്തിലും വേറെ എവിടെയും പൊട്ടലോ ചതവോ വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇദ്ദേഹത്തെ മുന്നോട്ടേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് ആദ്യം ചെയ്യാം, നമ്മൾ പേഷ്യന്റിന്റെ ഇരുവശത്തും രണ്ട് വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ 2 പേര് നമ്മൾ പോയി നിൽക്കണം. ഓക്കെ, 2 പേര് ഒരു സൈഡിൽ നിൽക്കുന്നു. തലയുടെ അറ്റത്ത് നമ്മൾ കോളർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും തലയുടെ അറ്റത്ത് ഒരാൾ വേണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾ എടുത്തു മറ്റേയാൾ എടുത്തില്ല, ചിലപ്പോൾ താഴേക്ക് വീഴാം. അപ്പൊ അതുകൊണ്ട് ഒരാൾ പറയുന്നതിനനുസരിച്ച് വേണം മറ്റുള്ളവർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ ഇവിടെ ടീം ലീഡർ എന്ന് വിളിക്കും, ബിക്കോസ് ഇദ്ദേഹം പറയുന്ന പോലെ ആയിരിക്കണം മറ്റുള്ളവർ ചെയ്യേണ്ടത്. അപ്പൊ ഒരു തടി ഉരുട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഇദ്ദേഹത്തിന്റെ ബോഡിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആദ്യം എങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ സ്പൈൻ ബോർഡിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ എവിടേക്കാണ് ഒടിവ് വരാൻ സാധ്യതയുള്ളത് അവിടെയാണ് നമ്മൾ കൈ വെച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ കൈ നമ്മുടെ ഷോൾഡർ, ബിക്കോസ് ഷോൾഡറിലാണ് കൂടുതൽ മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ കൈ വിക്ടിമിന്റെ ഷോൾഡറിൽ വെക്കുന്നു. പിന്നെ രണ്ടാമത്തെ കൈ വെക്കുന്നത് നമ്മുടെ ഇടുപ്പിലിന്റെ അവിടെയാണ്, ബിക്കോസ് ഇവിടെയും മൂവ്മെന്റ് വളയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ മൂവ്മെന്റ് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. രണ്ടാമത്തെ വോളണ്ടിയർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എൽബോന്റെ മുകളിൽ, അതായത് കൈമുട്ടിന്റെ അവിടെ, ബിക്കോസ് അവിടെയും വളയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ടീം ലീഡർ എന്ന് പറയുന്ന തലയുടെ അറ്റത്ത് നിൽക്കുന്ന ആ വ്യക്തി കൗണ്ട് ചെയ്തുകൊണ്ട് പറയും ആ വ്യക്തിയെ ഒരു സൈഡിലേക്ക് തിരിക്കാൻ. ഇപ്പൊ ഇവർക്ക് ഈ വ്യക്തിയെ തിരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ റൈറ്റ് സൈഡിലേക്കാണ് അല്ലെ. On the count of 1, 2, 3, turn to right. ഇങ്ങനെ തിരിക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു തടി, മരത്തിന്റെ തടി എങ്ങനെയാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് അതേപോലെയാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. സോ ദാറ്റ് അദ്ദേഹത്തിന്റെ നടത്തലിന് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ സ്പൈൻ ബോർഡ് എന്ന് പറയുന്ന ബോർഡ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ നീക്കി വെക്കും. യെസ്, ഓൺ ദ കൗണ്ട് ഓഫ് 3, 2, 1. ഡ്രാഗ് ചെയ്ത് അതിനുശേഷം ഈ സ്പൈൻ ബോർഡിലേക്ക് അദ്ദേഹത്തെ വലിച്ച് കയറ്റുക. സോ ദാറ്റ് കൂടുതൽ കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ. ഇനി ഇദ്ദേഹത്തെ നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. നമുക്ക് സഹായത മനോഭാവം ഉണ്ടാവുമായിരിക്കും, പക്ഷേ കൈയുടെ ഒരു ഭാഗത്ത് മുറിവ് സംഭവിച്ച അവിടുത്തെ ബ്ലീഡിംഗ് ആണ് അല്ലേ. അപകടത്തിൽ പറ്റുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മുറിവാണ്. മുറിവിലൂടെ വരുന്ന ബ്ലീഡിംഗ് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോർത്ത് മുണ്ടെടുത്ത് കെട്ടാം. എങ്ങനെയാണ് കെട്ടുക, ഏത് രീതിയിൽ കെട്ടുക? അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു തോർത്ത് മുണ്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു എത്ര എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനമാണ് തോർത്തുമുണ്ട് അല്ലെ. നമ്മുടെ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് ഒരു കടയിൽ പോയിട്ട് ഓടിപ്പോയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് തോർത്തുമുണ്ട്. ഈ തോർത്തുമുണ്ട് വെച്ചിട്ട് ഇപ്പൊ ഇവിടുന്ന് എന്റെ ഒരു രക്തനാടി മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലൂടെ രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഞാൻ അവശനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്ഷീണം വരുന്നുണ്ട്, എനിക്ക് തലകറക്കം വരുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിനെ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഒന്ന് ആളെ നമ്മൾ ഒന്ന് കാം ചെയ്യും അല്ലെ. ആളെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്, എവിടെയും എല്ലാം ഇമ്പോർട്ടൻറ്റ്, സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. നമ്മൾ അയാളെ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി നിർത്തും. അദ്ദേഹത്തിന് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇവിടെ മാത്രമാണ് മുറിവ്. എവിടെ ഒരു കമ്പിയിലോ മറ്റോ കുത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ബ്ലീഡിങ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലീഡിംഗ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ നമ്മൾ കുറച്ച് കാമായിട്ടുള്ള രീതിയിൽ ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണമെങ്കിൽ ചെയർ നമ്മൾ ആലോചിക്കുക, നമ്മുടെ പാനൂർ അല്ലെങ്കിൽ പാറാട് ആ ഒരു ഏരിയയിലാണെന്ന് വിചാരിക്കുക. അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ തലശ്ശേരിയിലുള്ള ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഡൽഹി മെഡിക്കൽ സെന്റർ ആണെങ്കിലും മിഷൻ ആണെങ്കിലും കോപ്പറേറ്റീവ് ആണെങ്കിലും ഇവിടത്തേക്ക് എത്താൻ വേണ്ടി എത്ര മിനിമം ഇത്ര സമയം എടുക്കും?
ഒരു സാധാരണ ഒരു വണ്ടി, ഓക്കെ, നിങ്ങൾ ആംബുലൻസ് വിട്ടോളൂ. സാധാരണ നിങ്ങളൊരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാണെങ്കിൽ മിനിമം എത്ര സമയം എടുക്കും? അരമണിക്കൂർ വേണം. മരണം സുനിശ്ചിതമാണ്. അപ്പോ ഈ ചെറിയൊരു മുറിവ് കാരണം ഇദ്ദേഹം മരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മളൊരു തോർത്ത് കൊണ്ടുവച്ച് കെട്ടി എന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എടുക്കാം. എന്നാലും അദ്ദേഹം പറഞ്ഞു അരമണിക്കൂർ എടുക്കും. ഈ അരമണിക്കൂർ കൊണ്ട് ഈ ബ്ലീഡിങ് കാരണം അദ്ദേഹം മരിച്ചു പോയെന്ന് വരും. അല്ലേ? എവിടെ? പറാട്ട. അതെ, പറാട്ടുകാരനാണ്. തലശ്ശേരിയെ കുറിച്ച് അറിയുന്നൊക്കെ നമുക്കറിയാം. ട്രാഫിക് എല്ലാം പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ മറികടന്നിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന്. കുറച്ച് തടിച്ചൊരു വ്യക്തിയായിരിക്കാം. നമ്മൾ ഈ കെട്ടുന്നതിന്റെ ഫോഴ്സ് ചിലപ്പോൾ ഇദ്ദേഹത്തിന് രക്തം കൊടുക്കണമെങ്കിൽ നമ്മൾ കെട്ട് ടൈറ്റ് ആക്കിയിട്ടും നമുക്ക് ആ ഫോഴ്സ് കിട്ടുന്നില്ല. അപ്പോ കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ടോർണിക്വറ്റ് എന്ന് പറയുന്ന കാര്യം. ടോർണിക്വറ്റ് നമ്മൾ കെട്ടിയിട്ട് നമ്മൾ വൈൻ ഗ്ലാസ് പോലെ തിരിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഒരു കമ്പ്, സാധാരണ ഒരു കമ്പ് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന കുറച്ച് ഹാർഡായിരിക്കണം, സാധനമായിരിക്കണം, പൊട്ടാൻ പാടില്ല. മരത്തിന്റെ കഷ്ണമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ നല്ല കട്ടിയുള്ളതായിരിക്കണം. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിന്റെ ടൈറ്റ്നസ് കൂട്ടുകയാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ടൈറ്റ്നസ് കൂട്ടുക എന്ന് നോക്കാൻ പറ്റും. ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ ടൈറ്റ്നസ് നമുക്ക് കൂട്ടണം, അല്ലെ? ടൈറ്റ്നസ് എങ്ങനെ കൂട്ടാൻ പറ്റും? നമുക്കതിനെ വൈൻഡ് ചെയ്യാം, അല്ലെ? വൈൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടൈറ്റ്നസ് വീണ്ടും കൂടും. ആ ടൈറ്റ്നസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കൺട്രോളുള്ള ബ്ലീഡിങ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അരമണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഈ വ്യക്തിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാലും ഇദ്ദേഹത്തിന് മരണം വരെ സംഭവിച്ചു. അപ്പൊ ഇതൊരു മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ? ഒരു തോർത്തുമുണ്ട്, അവിടെ റോഡ് സൈഡിൽ കിട്ടാവുന്ന ഒരു കമ്പ്, വടി, കട്ടിയുള്ള അല്ലെങ്കിൽ ഇരുമ്പിന്റെ പീസ്, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കെട്ടിയിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഈ കെട്ടിയ ടൈറ്റ്നസ് നമുക്ക് നിലനിർത്താം, അല്ലെ? എങ്ങനെ നിലനിർത്താൻ പറ്റും? വീണ്ടും ഇതിന്റെ മുകളിലൂടെ ഒരു കെട്ടുകൂടെ കെട്ടിയിട്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുക. അതിലും കാലിലൊക്കെ വരുന്ന മുറിവുകളാണ് നമുക്ക് കെട്ടാൻ പറ്റുന്നത്, കെട്ടി വരിക്കി മുറിക്കാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷെ തലയിൽ വരുന്ന മുറിവുകൾ നമുക്ക് ഒരിക്കലും എവിടെയും ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. ടൈറ്റ് ചെയ്യണമെങ്കിൽ കഴുത്തിന്റെ അടിക്കാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇവിടുന്നാണ് രക്തനാടി മുകളിലേക്ക് പോകുന്നത്, അല്ലെ? ഇവിടെ ടൈറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? അത് മതി ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് നമുക്ക് എങ്ങനെ തരണം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇങ്ങനെയുള്ള ബ്ലീഡിങ്ങിൽ നമുക്ക് ഹോസ്പിറ്റലിന് പുറമെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അവിടെ ടൈറ്റ് ആയിട്ട് പ്രഷർ കൊടുക്കുക. ഇതേ തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ട് അടുത്ത നിങ്ങൾ ഇവിടെയാണ് ബ്ലീഡിംഗ് എന്നല്ലേ പറയുന്നത്? തലയിലാണ് ബ്ലീഡിംഗ് വരാം, അതിശക്തമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാം. പക്ഷെ ഇത് തടയാൻ നമുക്ക് ഏറ്റവും എളുപ്പ മാർഗം പ്രഷർ കൊടുക്കുക. ഈ പ്രഷറിൽ തന്നെ 90% മുകളിലുള്ള ബ്ലീഡിങ്ങും നിൽക്കും. പക്ഷെ ആ പ്രഷർ കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. മിനിമം എങ്കിലും 10 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ കൊടുത്താൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ബ്ലീഡിങ് കുറച്ചെങ്കിലും നിൽക്കൂ. ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. എല്ലുകൾ കൊണ്ടുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന വലിയ വേദനയാണ്, അല്ലേ? ഭയങ്കരപ്പെട്ട വേദനയാണ്. ഈ വേദന നമുക്ക് എങ്ങനെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ വേദനക്ക് കുറച്ച് ശമനം ഉണ്ടാവും. പൂർണ്ണമായിട്ട് കുറയും ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷെ ഒരു 60% മുകളിൽ അദ്ദേഹത്തിന് ആ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. പക്ഷെ അത് അനക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പൊട്ടിയെല്ലിന്റെ ഭാഗം നമ്മൾ വെക്കണം. അപ്പൊ എങ്ങനെയാണ് അത് വെച്ച അത് കുറച്ച് സമയം പിടിച്ചതാൽ മതി, പോരാ. ബിക്കോസ് ഇദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നവരെങ്കിലും ഇദ്ദേഹത്തിന് ആ വേദന ശമിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? നമ്മൾ സാധാരണ തോർത്ത് നമ്മൾ ഈ കൈയാണ് പൊട്ടിയിരിക്കുന്നത്, ഈ കൈയാണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, തോർത്ത് നമ്മളൊരു ത്രികോണാകൃതി നമ്മൾ മടക്കുന്നു.
ഇനി തോർത്ത് ഇല്ല എന്ന് വെക്കാം. പിന്നെ നമുക്ക് റോഡരികിലെ കടകളിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനം എന്താണ്? കാർബോർഡ് അല്ലെ അല്ലെ എല്ലാ കടയിലും ഉണ്ട് കാർബോർഡ്. കാർബോർഡിന്റെ പീസ് ആ രീതിയിൽ മടക്കിയതിന് ശേഷം നമുക്ക് ഈ കൈയാണ് നമുക്ക് അനക്കാത്ത രീതിയിൽ വെക്കേണ്ടത്. അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബോർഡിനെ കുറച്ച് നീളത്തിൽ മുറിച്ചതിന് ശേഷം വേണമെങ്കിൽ 1-2 കാർബോർഡിന്റെ പീസ് ഇതിന്റെ മുകളിൽ നമുക്ക് വെക്കാം. ബിക്കോസ് കാർബോർഡ് വളരെ ചിലപ്പോൾ കട്ടിയുള്ള കാർബൺ ഉണ്ടാവും, കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ കാർബൺ ഉണ്ടാവും. കട്ടിയുള്ള കാർബൺ ആണെങ്കിൽ കുഴപ്പമില്ല, കട്ടി കുറഞ്ഞ കാർബൺ ആണെങ്കിൽ വീണ്ടും ഇത് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അതിനടിയിൽ ഒരു പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മടങ്ങത്തില്ല അല്ലേ അല്ലേ. ഈ ഭാഗമാണ് പൊട്ടിയതെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൈ ഒരിക്കലും മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 2 ജോയിന്റുകൾ, അതായത് ഒരു ജോയിന്റ് താഴെയും ഒരു ജോയിന്റ് മുകളിലും അടക്കം തട്ടാത്ത രീതിയിൽ നമ്മൾ ആ കൈയെ ഹെൽപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി കാർബോർഡ് കൃത്യമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 കെട്ട് കൊടുക്കേണ്ടി വരും. ഇതേപോലത്തെ ഒരു തുണി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ചെറിയൊരു കയറ് കിട്ടിയാലും മതി. ആ കയറ് വെച്ചിട്ട് അധികം ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ 2 കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർബോർഡ് കൃത്യമായിട്ട് അവിടെ നിന്നോളും. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് എല്ലാവിധ സജ്ജീകരണങ്ങളും റോഡ് സൈഡിൽ നമുക്ക് കിട്ടണം നിർബന്ധമില്ല. അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വടി പോലെ നിൽക്കണം. ബിക്കോസ് ജോയിന്റ് മടങ്ങി കഴിഞ്ഞാലാണ് ആ പൊട്ടി എല്ലുകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരികയും വേദന കലശലാവുകയും ചെയ്യുന്നത്. ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഈ വേദനയുടെ കാഠിന്യം കാരണം തന്നെ ആളുടെ ചിലപ്പോൾ ആൾ അബോധാവസ്ഥയിലൊക്കെ പോയെന്ന് വരും. അപ്പൊ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഇത്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ നമുക്ക് ഐസ് ക്യൂബ്സ് കിട്ടുകയാണെങ്കിൽ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കാം. അതുകൊണ്ടും ആ വേദനയ്ക്ക് ശമനം ഉണ്ടാകും. ഇതുപോലെ തോർത്ത് വെച്ചിട്ട് പിന്നിൽ കഴുത്തിന്റെ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ വേദന നമുക്ക് ഒരു 60% മുകളിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇനി നേരെ മറിച്ച് കാലിലാണോ ഈ ബുദ്ധിമുട്ട് വരുന്നെങ്കിലോ, കാലിലാണെങ്കിൽ സെയിം നമുക്ക് കാർബോർഡ് വെച്ചിട്ട് ആ ഭാഗം കെട്ടിക്കൊടുക്കാം. സോ ദാറ്റ് അതിനുശേഷം നമുക്ക് സ്പൈൻ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ സ്പൈൻ ബോർഡ് കിട്ടുന്ന സ്പൈൻ ബോർഡിൽ കയറ്റിയതിനു ശേഷം ആ വ്യക്തിയെ അധികം അനക്കം തട്ടാത്ത രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും പറ്റും. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും അദ്ദേഹത്തെ കണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോഴാണ് കണ്ടത്. ഇയാൾക്ക് ജീവനുണ്ടോ എന്നാണ് നമ്മുടെ പ്രശ്നം. ഇയാളിങ്ങനെ കിടക്കുകയാണ് അല്ലേ? നീ ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ തൊട്ട് നോക്കുന്നു, കുറച്ച് വേർത്തിട്ടുണ്ട്, ചൂട് തണുപ്പ് മനസ്സിലാവുന്നില്ല കൃത്യമായിട്ട് അല്ലേ? അതിൻ്റെ പ്രശ്നം. പിന്നെ നമുക്ക് ഇങ്ങനെയൊരു വ്യക്തിയെ നമ്മൾ പോയിട്ട് ഹെൽപ്പ് ചെയ്യാം. നമുക്കൊരു വെപ്രാളം അല്ലെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇദ്ദേഹത്തെ നമ്മൾ ആരെയും ഒരാൾ ഉറങ്ങും, അയാൾക്ക് ജീവനുണ്ടോന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? അല്ല ഉറങ്ങുക. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരാൾ കിടന്ന് ഉറങ്ങാണ്, നിങ്ങൾ കുറേ സമയം അയാൾ കാണുന്നത് സംശയമായിട്ട് എന്താ ചെയ്യാ? തൊട്ട് മാത്രമേ ചെയ്യുള്ളൂ. എങ്ങനെ നോക്കും?
സംശയം വിളിച്ചു നോക്കും. ഓക്കെ, വിളിച്ചിട്ട് അയാൾ അറിയുന്നില്ല. അപ്പോഴോ എന്താ പറഞ്ഞേ? ശ്വാസം ഉണ്ടോ നോക്കുമ്പോ അയാള് മനസ്സിലാവുന്നില്ല നമുക്ക് കൃത്യമായിട്ട്. അവിടെ അതിന്റെ അടുത്തൊന്നും വെള്ളത്തിന്റെ ഇതില്ല. വെള്ളം കിട്ടാനില്ല, കുറച്ച് ദൂരെയാണ്. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് വേണം വെള്ളത്തിൽ. എന്താ പറഞ്ഞേ? വരട്ടെ പറഞ്ഞോളൂ. യെസ്, നമുക്ക് അയാളെ തട്ടി വിളിച്ചൂടെ? ഹലോ 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 ഹലോ. നമ്മളിങ്ങനെ തട്ടി വിളിക്കുമ്പോ ഈ വേദന കൊണ്ട് നമ്മൾ തട്ടുന്ന രീതിയിൽ നല്ല വേദന. നെഞ്ചിലൊക്കെ അടിച്ചു നോക്കി. അദ്ദേഹത്തിന് ജീവൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെറിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് കഴുത്ത് നമ്മളിങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ നടുവിലൂടെ പോകുന്നതാണ് നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്നത്. ഈ ശ്വാസനാളത്തിന് 2 വശങ്ങളുമായിട്ട് തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലിന്റെ പൾസാണ് നമ്മൾ സാധാരണ രീതിയിൽ നോക്കുക. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ പൾസ് നോക്കാം. ഇനി ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഈ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് CPR ആണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റിംഗ് നിന്നിട്ടുണ്ടാവാം. അങ്ങനെ ഹാർട്ട് ബീറ്റിംഗ് നിന്നൊരു വ്യക്തിയുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് CPR ആണ്. അത് 2 കൈകൾ അമർത്തി വെച്ചിട്ട് ഇദ്ദേഹത്തെ CPR കൊടുത്തിട്ട് ഇദ്ദേഹത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കും. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എന്താണ്, ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? നമുക്ക് 108 ആംബുലൻസ് വിളിക്കും. നമ്മളിപ്പോ അതിന്റെ ഒരു സജ്ജീകരണത്തിലല്ല നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഒരിക്കലും ഈ ജീവനുള്ളൊരു വ്യക്തിയിൽ ആ പറഞ്ഞ പ്രക്രിയ കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെഷൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അധ്യക്ഷൻ നമ്മുടെ Ashidash.